Hello everyone, നിഫ്റ്റി ചാനൽ കിടക്കാം നമുക്ക് വേഗം ഫാസ്റ്റ്. ഓക്കെ, സോ നിഫ്റ്റിയുടെ നമ്മൾ ഈ ഒരു ലെഗ് മാത്രമേ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ലെഗ് ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു ആൻഡ് അതിൻ്റെ ഫോൾ എക്സാക്ട്ലി വന്നു. റൈറ്റ്, ഹൈ നമ്മുടെ മുകളിലായിരുന്നു, ബട്ട് യെസ് ഇത്തിരി കൂടി മുകളിൽ പോകാതെ ഷാർപ്പ് ഫോളാണ് വന്നിരിക്കുന്നത്. മേ ബി ഇത് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണോ എന്ന് ഡൗട്ടാണ്. ഓവറോൾ സ്ട്രക്ചറലി ശ്രദ്ധിക്കാൻ നാളത്തേക്ക്. ഓക്കെ, ഫോൾ എന്തായാലും വന്നു. ഓക്കെ, സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. ഒത്തിരി ഇന്ന് വലിയ കാര്യമായിട്ട് പ്രീമിയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എനിവേ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ കറക്ഷൻ വന്നെങ്കിൽ എങ്ങനെയാണ് എ ബി സിയിലാണ് എപ്പോഴും കറക്ഷൻ വരാനുള്ളൂ. ശ്രദ്ധിക്കുക, ഇത് എ ആണ്, ബി ആണ് ആൻഡ് സി ഓൺ ഗോയിങ് ആണ്. റൈറ്റ്, സോ 0 to B ട്രെൻഡ് ലൈൻ എപ്പോഴും ഇടുക. ഓക്കെ, അതാണ് നമുക്ക് മെയിനായിട്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴേക്കും ആയിക്കഴിഞ്ഞാൽ 0 to B ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാണ് സ്ട്രക്ചർ ചേഞ്ച് ആവുള്ളൂ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുക, ക്ലോൺ എടുക്കുക ആൻഡ് ദെൻ ഇവിടെ വെക്കാം. ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പ്രൈസ് എങ്ങനെയാണ് നടക്കുന്നത്. റൈറ്റ്, സോ ടൈപ്പ് ഓഫ് ഈ ഒരു ചാനലാണ് ഇപ്പോൾ പ്രൈസ് ഉള്ളത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ്, ഈ ഒരു ലെവൽ ഞാൻ ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രൈസ് ഇത് 1 2 3 4 5 ആയിട്ടല്ല പോയേക്കനെ. ഐ തിങ്ക് ഇത് സിംഗിൾ ലെക്ക് നമുക്ക് കൂട്ടാവുള്ളൂ. 1 2 3. ഇത് 4 ഓൺ ഗോയിങ് ആണോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. 4 ഓൺ ഗോയിങ് ആണോ? സ്മോൾ ടൈം ഫ്രെയിമിൽ ശരിക്കും എപ്പോഴും ഡൗട്ട് ഉണ്ടാകും നമുക്ക്. അതുകൊണ്ടാണ് സോ ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇവിടെ വരെ ഫിബനാച്ചി വെക്കുന്നു ആൻഡ് 50% ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. 50% ദാറ്റ് മീൻസ് ഫോർത്ത് വേവ് എപ്പോഴും 50% ബിലോ പോകാൻ പാടില്ല. ഓക്കെ, സോ ഇൻ കേസ് 50% ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, 50% ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, സോ നമുക്ക് അറിയാൻ പറ്റും പ്രൈസ് എന്താണ്, 333 കറക്ഷനിലാണോ ഓർ സെക്കൻഡിലാണോ. 333 കറക്ഷൻ സെക്കൻഡ് നമുക്ക് എന്തായാലും ഇത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 333 കറക്ഷൻ സെക്കൻഡ് വേവ് ആണോ നമുക്ക് കണ്ടിന്യൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ലെവലാണ് 800 to 81.20. 61.80% സപ്പോർട്ടാണ്, നോ ഡൗട്ട്. അതുകൂടി മാർക്ക് ചെയ്യാം. 61.80%ൻ്റെ ഈ ഒരു ലെവൽ അത് മാർക്ക് ചെയ്ത റീസൺ, ഇൻ കേസ് ഫോർത്ത് വേവിൻ്റെ 333 കറക്ഷൻ ആണെങ്കിൽ 61.80 ഹോൾഡ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് അവർ കൊണ്ടുപോകും. ശ്രദ്ധിക്കുക, 333 കറക്ഷൻ ആണെങ്കിൽ നല്ലപോലെ കൺസോളിഡേഷൻ ഇനി കാണുന്നുണ്ട്. ഇറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങനെ ആണെങ്കിൽ. ഓക്കെ, സ്ട്രക്ചർ ചേഞ്ച് ആവുന്നത് എപ്പോഴാണ്? സ്ട്രക്ചർ ചേഞ്ച് ആവുന്നത് 25,800 പോയി കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വീക്ക്നെസ്സിലേക്ക് പോകും. പിന്നെ അത് നോക്കണ്ട, പിന്നെ താഴേക്ക്. സോ നമുക്ക് നോക്കാനുള്ളത് നാളത്തേക്ക് എന്താണ്. ഫസ്റ്റ് ഇന്നത്തെ ഈ ലോ ആൻഡ് ദെൻ അത് ബ്രേക്ക് ആയ ദെൻ മേ 850. ഞാൻ കാണുന്നത് എന്താണ്, ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കും. ഓക്കെ, 850 ഇത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കൺസോളിഡേഷൻ ആയിരിക്കുള്ളൂ. ഇപ്പോൾ അതാണ് കാണുന്നത്. ബാക്കി നോക്കും, നാളെ നോക്കാം. സ്ട്രക്ചർ ചേഞ്ച് ആവുന്നത് ഇതിൻ്റെ അബവ് തന്നെയാണ്. ഏത് ഈ ഒരു റെസിസ്റ്റൻസ്, ദാറ്റ് മീൻസ് 26,000. ബിയുടെ ഹൈ ക്രോസ് ചെയ്താൽ മാത്രമേ സ്ട്രക്ചർ ചേഞ്ച് ആവാറുള്ളൂ. ഓർ ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ആവുന്നത് ദാറ്റ് മീൻസ് ഈ 0 to B ആൻഡ് ദെൻ. ഓക്കെ, സീ യു നെക്സ്റ്റ്. ലൈക്ക് സബ്സ്ക്രൈബ്.